ലോകമാകെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ താളത്തിനനുസരിച്ച് നൃത്തം ചവിട്ടുന്ന നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും വേൾഡ് കപ്പിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്ന നാടാണ് നമ്മുടേത്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ യാത്ര ചെയ്താൽ ഓരോ കവലകളിലും നിരക്കുന്ന ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ടീമുകളുടെ ഫ്ലക്സുകൾ, അതിലെഴുതി വെച്ചിട്ടുള്ള വാചകങ്ങളും മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരുടെ കട്ടൗട്ടുകളും കാണുമ്പോൾ നമ്മുടെ നാട് വലിയ ആവേശത്തോടെയാണ് വേൾഡ് കപ്പിനെ കാണുന്നത് എന്നത് വ്യക്തമാണ്. എന്നാൽ ഇത്രയധികം ആളുകൾ വലിയ രീതിയിൽ ഫിഫ വേൾഡ് കപ്പിനെ സ്വീകരിക്കുകയും തങ്ങളുടെ ടീമുകളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ അതൃപ്തി തോന്നുന്ന അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ദ സെൽഫ് പ്രൊക്ലെയിംഡ് എലീറ്റ് ഫുട്ബോൾ ഫാൻസ്. വേൾഡ് കപ്പിനെ എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഇടങ്ങളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. ഒരാൾ ഫുട്ബോളിനെ കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ചോ തന്റെ അഭിപ്രായം പറയുകയോ വിശകലനം ചെയ്യുകയോ കമന്റ് ഇടുകയോ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടപ്പെട്ട താരത്തെയോ ടീമിനെയോ സപ്പോർട്ട് ചെയ്ത് റീലുകളോ ട്രോളുകളോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ താഴെ വന്ന് നിങ്ങൾക്കൊക്കെ ഫുട്ബോളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ സീസണൽ സമയങ്ങളിൽ മാത്രം പൊന്തിവരുന്ന നിങ്ങളൊന്നുമല്ല യഥാർത്ഥ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞ് കരയുകയും യഥാർത്ഥ ഫുട്ബോൾ പ്രേക്ഷകർ തങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് അമേരിക്കയിൽ വെച്ച് നടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ സമയക്രമം പുറത്തുവരികയും ചെയ്തപ്പോഴാണ് ഇവരെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ദ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകൾ കേരളത്തിൽ ട്രെൻഡായിരുന്നു. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഇട്ട പലർക്കും ഇത്തരം എലീറ്റ് ക്ലാസ് ഫുട്ബോൾ പ്രേമികൾ റിപ്ലൈ ആയി അയച്ചതും അല്ലാതെ അവരുടെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയതുമായ ഒരു കാര്യം ഇതാണ്: വേൾഡ് കപ്പ് വരുമ്പോൾ മാത്രം ഫുട്ബോൾ കാണുന്ന ഇവരുടെയൊക്കെ ഷോ കാണുമ്പോഴാണ് കാലാകാലങ്ങളായി ഉറക്കമിളച്ചിരുന്ന് ലാലിഗയും യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഒക്കെ കാണുന്ന ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നത് എന്ന്. സത്യത്തിൽ ഇതിനൊരു മനഃശാസ്ത്രപരമായ വിശദീകരണമുണ്ട്. നമ്മിൽ പലർക്കും നമ്മൾ മാത്രം അറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പാട്ടോ സിനിമയോ പെട്ടെന്നൊരു ദിവസം നാട്ടുകാരെല്ലാം അറിഞ്ഞ് ആഘോഷമാക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ ഇഷ്ടം പെട്ടെന്ന് ഇല്ലാതാകാറുണ്ട്. മനഃശാസ്ത്രപരമായി ഇതിനെ ഹിപ്സ്റ്റർ പാരഡോക്സ് എന്നാണ് പറയുന്നത്. ഇതെന്റെ മാത്രം സ്വന്തമാണ്, എന്റെ ടേസ്റ്റ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്നൊരു ചിന്ത നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മൾ സ്നേഹിച്ച ആ സംഭവം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമായി മാറിയിട്ടുണ്ടാകും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഈ പാട്ടോ സിനിമയോ സോഷ്യൽ മീഡിയയിലോ മറ്റോ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയും നമുക്കൊട്ടും താല്പര്യമില്ലാത്തവർ വരെ അത് പാടി നടക്കുകയും ചെയ്യുമ്പോൾ ആ മാജിക് അവിടെ നഷ്ടപ്പെടുന്നു. എല്ലാവരും കൂടി ഒരേ സാധനം തന്നെ നിരന്തരം ഉപയോഗിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കത് മടുക്കും. നമ്മൾ കണ്ടെത്തിയ ആ കൊച്ചു നീതി എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നിരാശയാണിത്. അതോടെ അതുവരെ അമൃത് പോലെ തോന്നിയ ആ പാട്ട് പിന്നീട് കേൾക്കാൻ പോലും നമുക്ക് തോന്നാതാകുന്നു. സ്വന്തം എന്ന് കരുതിയ ഒന്നിലേക്ക് മറ്റുള്ളവർ കടന്നു വരുമ്പോൾ ആ വസ്തുവിനോടുള്ള താല്പര്യമില്ലാതാകുന്ന മനുഷ്യ സഹജമായ ഒരു മാനസികാവസ്ഥയാണിത്. ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നാട്ടിൽ പലർക്കും സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു കടുത്ത ഫുട്ബോൾ ആരാധകൻ വർഷങ്ങളായി യൂറോപ്യൻ ലീഗുകളും ആരും അധികം ശ്രദ്ധിക്കാത്ത ക്ലബ് മത്സരങ്ങളും പുലർച്ചെ വരെ ഉറക്കം കളഞ്ഞിരുന്ന് കാണാറുണ്ടാകും. തന്റെ പ്രിയപ്പെട്ട ടീമിലെ ഓരോ കളിക്കാരുടെയും തന്ത്രങ്ങളും അവരുടെ കളിശൈലിയും വളരെ ആഴത്തിൽ പഠിച്ച് ഫുട്ബോൾ എന്നത് തന്റെ മാത്രം വികാരവും ഐഡന്റിറ്റിയുമായി അയാൾ കൊണ്ടു നടക്കുന്നു. എന്നാൽ 4 വർഷത്തിലൊരിക്കൽ ഫിഫ വേൾഡ് കപ്പ് എത്തുന്നതോടെ കാര്യങ്ങൾ ആകെ മാറുന്നു. അതുവരെ കളിയുടെ ഓഫ് സൈഡ് നിയമം പോലും അറിയാത്തവരും മെസ്സിയുടെയും റൊണാൾഡോയുടെയും പേര് മാത്രം കേട്ടിട്ടുള്ളവരുമായി ലക്ഷക്കണക്കിന് സാധാരണ ആളുകൾ പെട്ടെന്ന് വലിയ ഫുട്ബോൾ പ്രേമികളായി രംഗപ്രവേശം ചെയ്യുന്നു. എല്ലായിടത്തും വലിയ സ്ക്രീനുകൾ ഉയരുകയും ചായക്കടകളിലും സോഷ്യൽ മീഡിയയിലും വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നിറയുകയും ചെയ്യുമ്പോൾ ഈ യഥാർത്ഥ ആരാധകനുള്ളിൽ ഒരു വിരക്തി തോന്നി തുടങ്ങും. താൻ നെഞ്ചിലേറ്റിയ കളിക്കാരെ കുറിച്ചും ടീമുകളെ കുറിച്ചും യാതൊരു ധാരണയും ഇല്ലാത്തവർ വന്ന് അഭിപ്രായം പറയുന്നതും വെറും ഒരു ട്രെൻഡിന്റെ ഭാഗമായി കളി കാണുന്നവർ അത് ആഘോഷമാക്കുന്നതും കാണുമ്പോൾ അയാൾക്ക് ആ കളിയിലുള്ള താല്പര്യം താൽക്കാലികമായി നഷ്ടപ്പെടുന്നു. എല്ലാവരും ഒരേപോലെ ഒരു കാര്യത്തിന് പിന്നാലെ പായുമ്പോൾ തന്റെ ആഴത്തിലുള്ള അറിവിനും സ്നേഹത്തിനും കിട്ടേണ്ടിയിരുന്ന ആ ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത ഇവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതോടെ മറ്റുള്ളവർ കളി കണ്ട് ആർത്തു വിളിക്കുമ്പോൾ ഈ കടുത്ത ആരാധകൻ ഒതുങ്ങിക്കൂടുകയും ഈ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് വേൾഡ് കപ്പ് അവസാനിച്ച ശേഷം പഴയതുപോലെ നാട്ടിൽ ചെറിയ ഓഡിയൻസ് മാത്രമുള്ള ലീഗ് മത്സരങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. സ്വന്തം പ്രിയപ്പെട്ട വിനോദം പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് പുതിയ ട്രെൻഡായി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം മാനസിക പിൻവാങ്ങലാണിത്. എന്നാൽ ചിലരുടെ പ്രതികരണങ്ങൾ അല്പം കടുത്തു പോകുന്നു എന്നതാണ് ഇതിലുള്ള പ്രശ്നം. ഇനി അതിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മൾ ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ ഫണ്ടിന് വേണ്ടിയാണ്. എന്നാൽ ജീവിതത്തിൽ ഈ ഫണ്ടിന്റെ കൂടെ സാമ്പത്തിക അച്ചടക്കവും പരിരക്ഷയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പല കുടുംബങ്ങളെയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് പല സമയങ്ങളിലും ആശുപത്രി ചിലവുകളാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ മരണമാണ്. ഈ രണ്ട് അൺസർട്ടിനിറ്റികളെയും നേരിടാൻ നമ്മൾ തയ്യാറാകണം. കാരണം ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരുപാട് പണം ഇതിനുവേണ്ടി ആരോടും മാറ്റിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തികപരമായി നല്ല വിജയം കൈവരിച്ച ഉത്തരവാദിത്വമുള്ള ഇൻഡിവിജ്വൽസിന്റെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നിർബന്ധമായും നിങ്ങൾക്കൊരു ആരോഗ്യ ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും ഉണ്ടായിരിക്കണം എന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസ് അപ്രതീക്ഷിതമായി ലക്ഷക്കണക്കിന് രൂപ വരുന്ന ആശുപത്രി ചിലവുകളെ നേരിടാൻ നമ്മളെ സഹായിക്കും. ആ സമയത്ത് വീട് വിൽക്കാനോ നാട്ടുകാരോട് കടം ചോദിക്കാനോ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടാകില്ല. ഓൺലൈനായി ഡിസ്കൗണ്ടോടെ ഇവ രണ്ടും എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് 500-600 ഇന്ത്യൻ രൂപ കൊടുത്ത് 2 കോടി വരെ കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപമാണ്. കുടുംബത്തിൽ അധ്വാനിക്കുന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബം ജനറേഷണൽ പോവർട്ടിയിലേക്ക് പോകാതിരിക്കാൻ അത് സഹായിക്കും. അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. പക്ഷേ ഈ 2
ഇൻഷുറൻസുകളും നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് അറിയാത്തത് കൊണ്ട് ആരും എടുക്കാതിരിക്കരുത്. ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണെങ്കിലും ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നത് ഇപ്പോൾ മനസ്സിലാക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഉദാഹരണത്തിന് ഏതെങ്കിലും പെൺകുട്ടികൾ ഫുട്ബോളിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചാൽ ഉടനെ അത് അവർക്ക് ലൈക്ക് മേടിക്കാനുള്ള അവസരം മാത്രമാണെന്ന് ഉദ്രകുത്തലിൽ തുടങ്ങി. പൊതുവേദിയിൽ വെച്ച് ഇവരെ എങ്ങാനും കണ്ടാൽ ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്, ബ്രസീൽ വേൾഡ് കപ്പ് ആദ്യമായി നേടിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു, മറഡോണ ഗോൾ അടിച്ചത് വലത്തെ കൈ കൊണ്ടാണോ ഇടത്തെ കൈ കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് ഉത്തരം മുട്ടിച്ച് അയ്യേ ഇവർക്കൊന്നും അറിയില്ലേ എന്ന് കളിയാക്കി വലിയ ഫുട്ബോൾ ജ്ഞാനിയാകുന്നവർക്ക് സത്യത്തിൽ ഈ വേൾഡ് കപ്പിന്റെ ബേസിക് ഐഡിയ പോലും എന്താണെന്ന് അറിയില്ല. ഫുട്ബോളിനെ പറ്റി എല്ലാം അറിയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല വേൾഡ് കപ്പ്. അത് ഫുട്ബോളിന്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഫുട്ബോളിനെ പറ്റി വലുതായൊന്നും അറിയാത്ത, ഒരിക്കൽ പോലും ഫുട്ബോൾ കളിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഇടയിൽ വരെ ഫുട്ബോളിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ്. ഇത്തരത്തിൽ ഫുട്ബോൾ അറിയാത്തവർ കൂടി ഈ ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ഈ കളി ഒരു തരംഗമായി മാറുന്നത്. ഓരോ കവലകളിലും കാണുന്ന ഫ്ലെക്സുകളും കട്ടൌട്ടുകളും കൊടിതോരണങ്ങളും എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് തനിയെ നമ്മളെ ഈ കളിയിലേക്ക് വലിച്ചടിപ്പിക്കും. പലപ്പോഴും വീട്ടിലെയും സുഹൃത്തുക്കളിലെയും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് ഇതിന്റെ ആവേശം ഇരട്ടിയാക്കുന്നത്. ഏത് ടീമാണ് ജയിക്കുക, ആരാണ് മികച്ച കളിക്കാരൻ തുടങ്ങിയ കാര്യങ്ങളെ ചൊല്ലി നടക്കുന്ന ചൂടേറിയ ചർച്ചകൾ പോലും ഒരു കൗതുകത്തോടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. കളിയെപ്പറ്റി അറിവില്ലാത്തവർക്ക് ഈ ആവേശം കാണുമ്പോൾ തന്നെ തങ്ങളും ഇതിന്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നും. ഓരോ ഗോളിനും പിന്നാലെ ഉയരുന്ന ആരവങ്ങളും വിസിൽ ശബ്ദങ്ങളും ആവേശകരമായ നിമിഷങ്ങളും ആർക്കും അവഗണിക്കാൻ കഴിയില്ല. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഫുട്ബോൾ വെറും ഒരു കളിയല്ലാതായി മാറുകയും നാടും വീടും എല്ലാം ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രക്രിയയായി മാറുകയും ചെയ്യുന്നു. സ്ഥിരമായി ഫുട്ബോൾ കാണുന്നവർക്കും അത് ആസ്വദിക്കുന്നവർക്കും മാത്രമല്ല ആ വലിയ ആവേശത്തിന്റെ ഭാഗമാകുന്ന ഓരോരുത്തർക്കും ഈ വേൾഡ് കപ്പ് ഒരു മനോഹരമായ അനുഭവമായി തീരുന്നത് അങ്ങനെയാണ്. മറ്റൊന്ന്, ഫുട്ബോൾ വേൾഡ് കപ്പ് ആളുകൾ ഇത്രയേറെ ആഘോഷമാക്കുന്നതിനുള്ള വേറൊരു പ്രധാന കാരണം അത് അവരുടെ ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വേൾഡ് കപ്പും എന്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ഒരുമിച്ച് കളി കണ്ടിരുന്ന നിമിഷങ്ങൾ, ആവേശത്തോടെ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, ഫേവറേറ്റ് ടീമിന് വേണ്ടി വാദിച്ചിരുന്നത്, ഇങ്ങനെ ഓരോ വേൾഡ് കപ്പും ഓരോ ഓർമ്മകളാണ്. ചിലർക്ക് അത് അച്ഛനൊപ്പം ഇരുന്ന് കളി കണ്ട ഓർമ്മയായിരിക്കും. മറ്റു ചിലർക്ക് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് കവലകളിൽ പന്ത് കളിച്ച നാളുകളായിരിക്കും. അങ്ങനെ തലമുറകളെയും കാലഘട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഈ കായിക മാമാങ്കം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിനെ കുറിച്ച് വലിയ അറിവില്ലാത്തവർ പോലും പഴയ ഓർമ്മകൾ അയവിറക്കാനും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനും ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വികാരമാണ് ഓരോ വേൾഡ് കപ്പിനെയും ഇത്രത്തോളം സജീവമാക്കി നിലനിർത്തുന്നത്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊണ്ട് ഫുട്ബോൾ പണ്ഡിതന്മാർ വേൾഡ് കപ്പ് സമയത്ത് മാത്രം ഫുട്ബോൾ ആഘോഷിക്കുന്ന സാധാരണക്കാരുടെ ആ ഒരു സ്പിരിറ്റ് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺസർട്ടനിറ്റികളെ നേരിടാൻ അത്യാവശ്യമായ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും ടേം ഇൻഷുറൻസിനെ കുറിച്ചും പറഞ്ഞിരുന്നു. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കാര്യം ഒന്ന് പരിഗണിക്കുക. ജസ്റ്റ് ഒന്ന് ലിങ്കിൽ കയറുക, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യോജിക്കുന്നതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ഇത് നിർബന്ധമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.